Hi all, welcome to Gardening Guide. ഞാൻ Athulya രവീന്ദ്രൻ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് ഞാൻ കുറച്ച് പ്ലാന്റ്സ് വാങ്ങി നമ്മുടെ കുഞ്ഞു ബാൽക്കണി ഒന്ന് അലങ്കരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യും. അപ്പം ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ രണ്ട് പ്ലാന്റ്സ് ആണ്. ഇത് ചൈനീസ് ബാൽസം എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ്. നമ്മുടെ നാട്ടിലൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. പക്ഷേ ഇതിന് അധികം സൺലൈറ്റ് വേണ്ട. അപ്പം എൻ്റെ ഒരു ബാൽക്കണിയിൽ സൺലൈറ്റ് ഉണ്ട്, പക്ഷെ അങ്ങനെ അധികം സൺലൈറ്റ് ഒന്നും ഇല്ല. അപ്പം എൻ്റെ ഒരു ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സൺലൈറ്റ് അത് അധികം വേണ്ടാത്ത ചെടികൾ സെലക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ സൺലൈറ്റ് അധികം കിട്ടാത്ത സ്ഥലത്ത് നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ വെക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ ചൈനീസ് ബാൽസം. ഒരുപാട് വെറൈറ്റീസ് ഓഫ് പൂക്കൾ ഈ ചൈനീസ് ബാൽസത്തിലുണ്ട്. അപ്പം ഇന്ന് ഞാൻ സെലക്ട് ചെയ്തത് ഒരു റെഡ് കളറിലുള്ള പൂക്കളും പിന്നെ അതുപോലെ ഒരു പിങ്ക് കളറിലുള്ള പൂക്കളുള്ള ഒരു ചെടിയാണ്. ഒരുപാട് പ്ലാന്റ്സ് അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു ചെടിക്ക് 50 രൂപയായിരുന്നു. അപ്പം ഞാനൊരു ഗാർഡൻ വിസിറ്റ് എടുത്തിട്ടുണ്ട്. അത് ചിലപ്പോൾ ഈ വീഡിയോയുടെ മുന്നോ അല്ലെങ്കിൽ അതിന് ശേഷമോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വെറൈറ്റി കളേഴ്സിലുള്ള പൂക്കൾ. അപ്പോൾ ഇതൊരു ഓക്കെ പ്ലാന്റ് ആണ്. കാരണം ഈ ചെടി അത്ര ഒരുപാട് നല്ല ഹെൽത്തി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും ഞാൻ ഉള്ളതിൽ നല്ല 2 പ്ലാന്റ്സ് നോക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നെക്സ്റ്റ് പ്ലാന്റ് ഈ 2 പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേര് കലഞ്ചോയ് അല്ലെങ്കിൽ കലാഞ്ചിയ എന്നൊക്കെ പറയും. ഇതും നമുക്ക് അധികം സൺലൈറ്റ് കിട്ടാത്ത സ്ഥലത്ത് വളർത്താൻ പറ്റുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. അപ്പം ഇതിൻ്റെ ഞാനൊരു റോസ് കളറിലുള്ളൊരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പിങ്ക് കളർ പൂവുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മഞ്ഞയും അതുപോലെ റെഡ് കളർ അങ്ങനെ ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. പക്ഷേ ഇതിന് ഒരു ചെടിക്ക് എനിക്ക് 150 റുപ്പീസാണ് അവിടെ ആയിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെ അധികം ചെടികളൊന്നും കളേഴ്സൊന്നും എനിക്ക് വാങ്ങാൻ അഫോർഡബിൾ ആയിരുന്നില്ല. അപ്പോൾ അത് നല്ല നമുക്ക് സൺലൈറ്റ് കിട്ടാത്ത സ്ഥലത്ത് വളർത്താൻ പറ്റുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഈ കലഞ്ചോയ്. അപ്പോൾ ഞാനിപ്പോൾ കൂടുതലും എനിക്കിഷ്ടം ലീഫി പ്ലാന്റ്സ് ആണ്. ഞാൻ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ ഒരു ഫാനേ അല്ല. പിന്നെ ഹസ്ബൻഡ് എപ്പോഴും പറയണത് എൻ്റെ പ്ലാന്റ്സ് കണ്ടത് അങ്ങേർക്ക് ബോറടിച്ചു എന്നാണ്. അതായത് എപ്പോഴും ലീഫ് എന്താ പറയുക ഒരു ഫ്ലവർ ഇല്ല. അപ്പോൾ ആർക്ക് പൂക്കളൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴും നഴ്സറിയിൽ പോകുമ്പോൾ എൻ്റെ ഒരു സെലക്ഷൻ കണ്ടിട്ട് എപ്പോഴും ആൾ പറയും ഇത് കണ്ട് ബോറടിച്ചു, ഇപ്പോഴും ലീഫി പ്ലാന്റ്സ്. അപ്പം ഇന്നത്തെ വട്ടം ഞാൻ കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് സെലക്ട് ചെയ്തത്. അങ്ങേരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ 2 ലീഫി പ്ലാന്റ്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ സൺലൈറ്റ് ഇല്ലാത്ത സ്ഥലത്ത് വളർത്താൻ പറ്റുന്ന കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഞാൻ നോക്കി സെലക്ട് ചെയ്തത്. അപ്പോൾ അതിൽ പറഞ്ഞാണ് ഈ കലാഞ്ചിയ. അപ്പോൾ നിങ്ങൾക്കും സൺലൈറ്റ് ഇല്ലെങ്കിൽ ഫ്ലവർ വേണമെന്നുണ്ടെങ്കിൽ വളർത്താൻ പറ്റുന്ന ഒരു നല്ല പ്ലാന്റ് ആണ്. ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ആക്ച്വലി ഈ കലാഞ്ചിയ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് എൻ്റെ ബാൽക്കണിക്ക് ഒരു സൂട്ടബിൾ അല്ല എന്ന് തോന്നിയിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ട് എൻ്റെ ഇഷ്ടം കൊണ്ട് സെലക്ട് ചെയ്തിട്ടുള്ളൊരു പ്ലാന്റാണ് ഈ റോസ് പ്ലാന്റ്. റോസിന് നല്ല സൺലൈറ്റ് വേണം. പക്ഷെ ഇവിടെ കുറച്ച് സൺലൈറ്റ് ഉള്ളൂ. അപ്പോൾ എന്നാലും ഞാനതൊന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാമെന്ന് കരുതി വാങ്ങിയതാണ്. കാരണം ഇത് നല്ല ഭംഗിയാണ്. നല്ല എന്താ പറയുക നല്ല വലിയ പൂവുള്ള റോസയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന റോസാപ്പൂവിന് ഇത്ര വലിപ്പം ഞാൻ കണ്ടിട്ടില്ല. ഇതിപ്പോൾ കുറച്ച് മീഡിയം സൈസാണ്. ഞാൻ നഴ്സറിയിൽ ഇതിലും വലിയ പൂവുള്ള ചെടി കണ്ടായിരുന്നു. അപ്പോൾ ആ ചെടി നല്ല ഹെൽത്തി അല്ലാത്തതുകൊണ്ട് ഞാനത് എടുത്തില്ല. പിന്നെ നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഹൈഡ്രാഞ്ചിയാണ്. ഹൈഡ്രാഞ്ചിയും നമുക്ക് ഒരുവിധം പാർഷ്യൽ സൺലൈറ്റിൽ വളർത്താൻ പറ്റുന്നൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഹൈഡ്രാഞ്ചിയ. അപ്പം അതിൻ്റെ ചെടിയാണിത്. ഇതിനൊരു 100 രൂപയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പൂക്കളുള്ള ഹൈഡ്രാഞ്ചിയാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെടിയൊന്നും തീരെ ഹെൽത്തി അല്ലാത്തതുകൊണ്ട് ഞാനിത് എടുത്തില്ല. അപ്പം ഇതിൽ പൂവില്ല, പൂവിൻ്റെ ചെറിയൊരു മുട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വളർന്നിട്ടൊരു പൂവാവും. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചെടിയാണ്. പിന്നെ താഴെ ഒരു കമ്പുകൾ ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതെടുത്തു. ഇതെനിക്ക് ഫേവറേറ്റ്. എൻ്റെ വീട്ടിലൊരു ഹൈഡ്രാഞ്ചി ഉണ്ട്. അത് നല്ല രീതിയിൽ ഇപ്പോൾ വളരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു ഹൈഡ്രാഞ്ചിയ വാങ്ങിയത്. പിന്നെ നമ്മുടെ നെക്സ്റ്റ് പ്ലാന്റ് ഇപ്പോൾ വാങ്ങിയതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. എനിക്ക് ലീഫി പ്ലാന്റ്സ് ഏതെങ്കിലും ഒരെണ്ണം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള പ്ലാന്റാണിത്. ഇതിൻ്റെ പേര് സ്നോ ബുഷ് എന്നാണ്. അതുപോലെ ബ്രൈനിയ എന്നും കൂടി ഇതിൻ്റെ പറയും. അതിൻ്റെ പേര് ഞാൻ താഴെ എഴുതി കാണിക്കാം.
അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബുഷിയായിട്ട് നിന്നിട്ട് ഇതിന് കുറേ വെരിഗേഷൻസ് ഉണ്ട്. ഇതിൻ്റെ ഇലകളൊക്കെ തളിരിലകൾ, ഇത് പുതുതായിട്ട് വരുന്ന ഇലകളൊക്കെ നല്ല വൈറ്റ് കളറിലാണ് വരുന്നത്. അപ്പോൾ ഗ്രീനിൻ്റെയും വൈറ്റിൻ്റെയും ഒരു കോമ്പിനേഷനായിട്ട് നല്ലൊരു ബുഷ് പോലെ വരും. അവിടെ ഇതിൻ്റെ വലുത് ഇങ്ങനെ തുറ്റായിട്ട് നിൽക്കുന്നുണ്ട്, അത് കാണാനായിട്ട് നല്ല രസമായിരുന്നു. അപ്പോൾ ഇത് നല്ല ഇഷ്ടമായി കാണാനായിട്ട്. അപ്പം അതാണ് ഇത് സ്നോ ബുഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റ്. ഇതിനും ഒരു 100 റുപ്പീസാണ്. പിന്നെ ഇതും ഞാൻ ഇഷ്ടപ്പെട്ട ലീഫി പ്ലാന്റ്സ് ആണ്. 2 പ്ലാന്റാണ് വാങ്ങിയത്. അതിൽ ഒരു പ്ലാന്റാണ് ഇതിൻ്റെ പേര് ലാവെൻഡർ എന്നാണ്. ഇത് എൻ്റെ ഒരു വൺ ഓഫ് ദി വിഷ് ലിസ്റ്റ് പ്ലാന്റ് എന്ന് പറയാം. ഞാൻ വാങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ടിരിക്കുന്നൊരു പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ എൻ്റെ അവിടുത്തെ നഴ്സറിയിലൊന്നും ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടുത്തെ നഴ്സറിയിൽ ഇത് കിട്ടി. ഇതിനൊരു 80 രൂപയായിരുന്നു. ഇതിന് നല്ല സിൽവർ കളറാണ് ഇലയ്ക്ക്. അതുകൊണ്ടാണ് എനിക്കിഷ്ടം. സാധാരണ എനിക്ക് ഇലകളോടാണല്ലോ ഇഷ്ടം. അപ്പോൾ പല കളറിലുള്ള ഇലകൾസ് വരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു അട്രാക്ഷൻ വരും. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു പ്ലാന്റാണ് ഈ ലാവെൻഡർ പ്ലാന്റ്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് കേട്ടോ, എനിക്കിതുവരെ കിട്ടിയിട്ട് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം. അപ്പം ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്ലാന്റ്. പിന്നെ അടുത്ത ചെടിയല്ല, ശരിക്ക് 2 ഇല. അപ്പോൾ അവിടെ ഉണ്ടല്ലോ സക്യുലൻസിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ മഴയത്തും വെയിലത്തും നിൽക്കണം വലിയ സക്യുലൻ്റ് ചെടികൾ. അയ്യോ, അതിൻ്റെ കറക്റ്റായിട്ടുള്ള പേര് എനിക്കറിയില്ല. അതിൻ്റെ എന്നിട്ട് ഇലയൊക്കെ ഇങ്ങനെ കുഴിഞ്ഞ് വീണിട്ട് അതിൽ നിന്നൊക്കെ അതിൻ്റെ ചുറ്റും അതിൻ്റെ നിലത്തും അതിൻ്റെ അപ്പുറത്തെ ചെടിയുടെ കടക്കിലൊക്കെ ഈ സക്യുലൻസ് ഇതുപോലെ മുളച്ച് നിൽക്കുക. അത് കണ്ടിട്ട് എനിക്ക് ആകെ രസമായി. അപ്പോൾ ഞങ്ങൾ നടന്നു വരുമ്പോൾ ഇതുപോലെ 2 ഇല, ഇങ്ങനത്തെ കുറേ ഇലകൾ അവിടെ കുഴിഞ്ഞ് കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇല എടുക്കണം. അപ്പോൾ ഈ ഇല കൊണ്ട് നമുക്ക് സക്യുലൻ്റ് മുളപ്പിച്ചെടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എടുത്തൊരു ഇലയാണിത്. പിന്നെ ഇതും മുളച്ചൊരു ഇലയാണ്. ഇങ്ങനത്തെ ഒരുപാട് ഇലകളുണ്ട്. ഞാൻ പിന്നെ അത് എടുക്കാൻ പോയിട്ടില്ല. ഒരില ഞാൻ വഴിയിലൊക്കെ എടുക്കണുണ്ടപ്പോൾ എടുത്ത് ബാഗിലിട്ടായിരുന്നു. അതാണ് ഈ ഇല. ഇതിൻ്റെ കുഞ്ഞ് ഇവിടെ ഒരു വേര് വന്നിട്ട് 2 ചെറിയ കഷ്ണം ഉണ്ടായിട്ടുണ്ട്. പിടിക്കുമോയെന്ന് അറിയില്ല. ഇത് മണ്ണിൽ ഇങ്ങനെ വെച്ചോണം. അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ വാങ്ങിയതിൽ കുറച്ചും കൂടി എക്സൈറ്റഡ് ആയിട്ട് മുന്നോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് ഇവർ 2 പേരും. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഇത്രയും ചെടികളാണ് വാങ്ങിയത്. പിന്നെ എൻ്റെ ഇവിടുത്തെ വീട്ടിലേക്ക് ഒരുപാട് ചെടികളൊന്നും വാങ്ങാനായിട്ട് പറ്റില്ല. ഒരുപാട് ചെടികൾ വാങ്ങണമെന്നുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം അവിടെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. നമ്മുടെ നാട്ടിനേക്കാളും നല്ല കോസ്റ്റ്ലിയാണ് ചെടികൾക്കൊക്കെ. അപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ട ചെടികൾക്കൊക്കെ നമ്മുടെ നാട്ടിലത്തെ വിലയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണെന്ന് തോന്നിയതുകൊണ്ടൊന്നും വാങ്ങാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പം ഇത്രയും പ്ലാന്റ്സാണ് ഇവിടെ ഇപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള എൻ്റെ ബാൽക്കണി മേക്ക് ഓവറും നടലും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിലായിട്ട് കാണിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. ബൈ.